ഹായ് ഹോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതേപോലെ ഭാവിയിൽ വീട് വെക്കാൻ പ്ലാൻ ഉള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എല്ലാവരും ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കാത്ത ഒരു കാര്യം കൂടെയാണെന്ന് പറയാം. കാരണം ഞാൻ സപ്പോസ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു വീട് പണി ആയി, ആ വർക്ക് കംപ്ലീറ്റ് ആയപ്പോഴാണ് അതെന്താണെന്നും എങ്ങനെയെന്നും നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തന്ന വിവരങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്വിച്ച് ബോക്സിൻ്റെ കാര്യം കേട്ടോ. അത് നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും റൂമുകളിലൊക്കെ 2 സ്ഥലത്തൊക്കെ ആയിട്ട് കൊടുക്കും. കട്ടിലിനോട് ചേർന്നിട്ടും പിന്നെ കോമൺ ആയിട്ട് റൂമിലേക്ക് കയറുമ്പോൾ കാണുന്ന സ്ഥലത്തും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഒന്ന് തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞങ്ങൾ കട്ടിലിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ കിച്ചണിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചണിലാണ് നമുക്ക് കൂടുതൽ പ്ലഗ് പോയിൻറ്റുകളൊക്കെ വേണ്ടത്, മിക്സിക്കും ഫ്രിഡ്ജിനും അങ്ങനെയുള്ള ഓവന് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ബുദ്ധിക്ക് ഫ്രിഡ്ജിനുള്ളൊരു സ്പേസ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, മിക്സിക്കുള്ളൊരു സ്പേസ് ഞാൻ ഒഴിച്ചു. പിന്നെ വേറൊന്നും ഞാൻ എൻ്റെ മൈൻഡിൽ കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ആൾക്കാർ പറഞ്ഞു, ഈ ഭാവിയിൽ നിങ്ങൾക്ക് ഓവന് അങ്ങനെയൊക്കെ കൊടുക്കേണ്ടി വന്നാൽ ഈസി കുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് വരും. അപ്പോൾ ഒക്കെ കൊടുക്കേണ്ടി വന്നാലൊക്കെ അവർ പറഞ്ഞൊരു ഐഡിയയാണ് ഷോറൂമിലൊരു സ്പേസ് കണക്കാക്കിയിട്ട് അവർ അവിടെയും കൂടെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടാ, പ്ലഗ് പോയിൻറ്റുകളൊക്കെ കുറച്ച് വെക്കരുത്, പിന്നീട് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലപ്പോൾ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമായ സ്ഥലത്ത് മതിയായ പ്ലഗ് പോയിൻറ്റുകളൊക്കെ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക. പ്രത്യേകിച്ച് കിച്ചണ്, TV യൂണിറ്റ്, ബെഡ്റൂം എന്നിവിടങ്ങളിലൊക്കെ കേട്ടോ. അതേപോലെ ഈ ഫർണിച്ചറിൻ്റെ ലൊക്കേഷനൊക്കെ മുൻകൂട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ TV, ബെഡ്, വാഷ് മെഷീൻ, ഡൈനിങ് അങ്ങനത്തെ ഒക്കെ ആദ്യം തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വിച്ചുകളും പ്ലഗ് പോയിൻറ്റുകളൊക്കെ ശരിയായ സ്ഥലത്തിന് നൽകാൻ നമുക്ക് കഴിയും കേട്ടോ. പിന്നീട് അത് മാറ്റേണ്ടിയൊന്നും വരില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വിട്ടുപോകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ടൈം ഇപ്പോഴാട്ടോ, ഈ ഒരു വയറിങ്ങിൻ്റെ ഈ ഒരു സമയത്താണ്. പിന്നുണ്ടല്ലോ, നമ്മൾ ഭാവിയിലെ ആവശ്യങ്ങൾ കണക്കിലെടുത്തിട്ട് ഓരോ റൂമിലും ഫാന്, ലൈറ്റ്, പ്ലഗ് ഇതിനൊക്കെ പോയിൻ്റ് കൊടുത്തിക്കണമെന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ AC വെക്കാൻ വേണ്ടി നിന്നപ്പോൾ അവൾ പറഞ്ഞത് പോയിൻ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അത് വീണ്ടും ചെയ്തത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വരരുത്. ഇപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും CCTV, ഇൻവേർട്ടർ, ഇൻ്റർനെറ്റ്, ഡോർബെല്ല്, സോളാർ ഇതിനൊക്കെ നമുക്ക് എന്തായിട്ട് ഭാവിയിൽ ആവശ്യം വരും എന്നത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പൈപ്പും പോയിൻറ്റുകളൊക്കെ നമ്മൾ ഇപ്പം തന്നെ ഇട്ടിക്കണമെന്ന് ഉറപ്പ് വരുത്തേട്ടാ. ഇനിയിപ്പോൾ അത് മാത്രം പോരാ, ഇതൊക്കെ വരുമെന്ന് മുൻകൂട്ടി ഉറപ്പുള്ളവരെന്തായിട്ട് ഒരു കാര്യം ചെയ്യണം, ആദ്യം തന്നെ 3 ഫേസ് കണക്ഷൻ ആക്കണം കേട്ടോ. കാരണം AC, ഗ്രീസർ, EV ചാർജർ ഇതൊക്കെ കൂടുതൽ ലോഡ് വരുന്ന ഉപകരണമാണ്. പിന്നെ 2 റൂമൊക്കെ നമുക്കിപ്പോൾ ഉണ്ടെന്ന്, 2 റൂമിന് ചിലപ്പോൾ ചിലവർക്ക് AC ഉണ്ടാവും, പിന്നെ ഇൻവെർട്ടർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ലോഡ് കൂടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ 3 ഫേസ് കണക്ഷനാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നുണ്ടല്ലോ, ഈ പ്ലാസ്റ്ററിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ ഈ വയറിങ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലിയിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അഭിപ്രായമൊക്കെ ചോദിച്ചറിയാം. ആരുടെ ബുദ്ധിയിലാണ് ഓരോ ഇത് തെളിയാൻ പറയാൻ പറ്റില്ലല്ലോ. പിന്നത്തെ ഉപകാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചുമരിലൊക്കെ ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ, അല്ല അറ്റകുറ്റപ്പണികളൊക്കെ വരുമ്പോൾ വയറ് എവിടെയാണെന്ന് അറിയാനൊക്കെ ഇത് നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ. മാഷാഅല്ലാ, ഞങ്ങൾ ഈ വീട് പണി ഇത്രയും ക്ലീൻ ആൻഡ് ഡീപ്പായിട്ട് ഇവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു അഭിപ്രായം പറയും, ഇത് അവിടെ വേണം, ഓരോ സ്വിച്ചിൻ്റെ കാര്യത്തിലായാലും ഓരോന്നും നമ്മളോരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് അവിടെ വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, ഭാവിക്ക് ഇങ്ങനത്തെ ദോഷങ്ങൾ വരും. അതൊന്നും കൂടെ സൗകര്യം ഇവിടെ വെക്കുമ്പോഴാണ്. കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും ഇത് ഇവിടെയാണ് കൊടുക്കൽ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞന്ന് ഞങ്ങളെ വീട് നല്ല പെർഫെക്റ്റ് ആൻഡ് ക്ലീനാക്കി വർക്ക് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ നമ്മുടെ ഈ വർക്ക്, വയറിങ്ങിൻ്റെ ഈ വർക്ക് ഏറ്റെടുക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നീട് ഇത് നമ്മൾ ഒരുപാട് നമുക്ക് ചിലവ് ഏറിയതും പിന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കേട്ടോ. ഈ വയറിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞബദ്ധം പറ്റിയിട്ട് ഇവർ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്.
ഇപ്പോൾ ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പറയുമ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 6-7 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പറയും ആ സ്വിച്ച് ഇടണ്ട, അത് കത്തൂല. അതേപോലെ പ്ലഗിൻ്റെ കാര്യത്തിലൊക്കെ കുത്തിയൊക്കെ ആകുമ്പോൾ അത് വർക്കാവൂല അങ്ങനെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറയുന്ന ഒരു പെയ്ഡ് പ്രമോഷനായിട്ടൊന്നല്ല കേട്ടോ. ഇവരുടെ വർക്ക് നേരിട്ട് കണ്ടിട്ട് എനിക്കിഷ്ടമായിട്ടാണ്. അതായത് വളരെ ക്ലീൻ ആൻഡ് ഡീപ്പായിട്ടാണ് അവർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനലാണ്. ഇവരുടെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ ഇവരെ നേരിട്ടിട്ട് അവരെ ബന്ധപ്പെടാം. പിന്നെ നല്ലൊരു ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.